മേമ അവൻ വെറുതെ തമാശക്ക്. എപ്പോ ചോദിച്ചാൽ ഇങ്ങനെ ഓരോന്ന് പറയും. സത്യം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. സത്യമായിട്ട് ഒന്നുമില്ല മേമ. അങ്ങനെയാണെങ്കിൽ അതെന്താ കാര്യമെന്ന് പറ. എന്താടാ ഇത്? ശരിടാ ശരി, എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും മേമ നമ്മുടെ ടീമിലല്ലേ. മേമ, ഞങ്ങൾ ഇന്ന് മനഃപൂർവ്വം ലീവ് എടുത്തതാ. മനഃപൂർവ്വോ? ആ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആയാലേ നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി അറിയാൻ പറ്റൂ. അതായത് നമ്മൾ ഇവിടെ ഉള്ളപ്പോ ഓഫീസിൽ ആരൊക്കെ എന്തൊക്കെ കളികൾ കളിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ പറ്റൂ. ഞങ്ങൾ മലേഷ്യയിൽ ഇത് ചെയ്യാറുണ്ട്. അതേ ഐഡിയ ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയതാ. ആണോ? ഈ കാര്യം ആദ്യം തന്നെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. ശരി, അപ്പോ നീ വീട്ടിൽ നിൽക്കുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. നിനക്ക് കഴിക്കാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? മേമ, ലീവ് എടുത്താലും സെലിബ്രേഷനാ? അല്ല മോനെ, നീ വീട്ടിലുള്ളപ്പോ തന്നെ. മേമ, എനിക്ക് ഒരു സ്പെഷ്യലും വേണ്ട പ്ലീസ്. ഈ ഒരു ദിവസങ്ങളിൽ എന്നെ ഒറ്റയ്ക്ക് വിടൂ പ്ലീസ്. ഓക്കെ, സോറി, ടേക്ക് യുവർ ടൈം. എന്താണ് നിന്റെ പ്രശ്നം? എല്ലാവരുടെയും കയർ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവനെ മാത്രം കിട്ടുന്നില്ല. കിട്ടിയാൽ എന്താവൂന്ന് അറിയോ അശോക നിനക്ക്? ചിലപ്പോ സിഹി അടുത്ത വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഫോൺ വാങ്ങി എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹായ്, ഇതെന്താ ഇത് പുതിയ ഹാബിറ്റ്? ഇപ്പൊ ഞാൻ ഹലോ എന്ന് പറഞ്ഞത് ഡള്ളായി തോന്നിയോ? മുത്തശ്ശി പറഞ്ഞു നീ ഇപ്പൊ ഓഫീസിൽ തന്നെ ആയിരിക്കുമെന്ന്, നിനക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്ന്. ബോസ് എനിക്ക് കുറച്ച് ജോലി തന്നായിരുന്നു. അതായത് നിങ്ങള് ഭയങ്കര ബിസിയാ. എത്ര ബിസി ആണെങ്കിലും എന്റെ ചക്കരക്കുട്ടി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബിസി ഇല്ല. സത്യമായിട്ടും എനിക്കറിയാം നീ ഇപ്പോഴും ഹാപ്പി അല്ല. നീ ഹാപ്പി ആയിട്ടില്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പോഴും സാഡ് ആയിരിക്കാ ഫ്രണ്ട്, എനിക്കറിയാം. അങ്ങനെ തോന്നി നിനക്ക്? നീ എന്നുള്ളത് പോലെയല്ല ഇന്നുള്ളത്. കുട്ടിക്ക് വരെ മനസ്സിലായി നിന്റെ മുഖം കണ്ടപ്പോ. അതുകൊണ്ടാ പറഞ്ഞ ഇതൊക്കെ മറന്ന് സമാധാനമായിട്ടിരിക്കാൻ. ബോസ് അങ്കിൾ ഒരുപാട് ജോലി തന്ന് നിന്നെ സാഡാക്കിയതാണോ? ആണെന്നേ, കുറച്ച് അധികം ജോലി എനിക്ക് തന്നിട്ടുണ്ട്. ഫ്രണ്ട്, ഞാനിവിടെ ബോറടിച്ചിരിക്കുക, നീയും അവിടെ ബോറടിച്ചിരിക്കുക. അറ്റ്ലീസ്റ്റ് നീ പോയി അവളെങ്കിലും കണ്ടിട്ട് വാ. അതുകൊണ്ടാ നിന്നോട് സംസാരിക്കാന്ന് വിചാരിച്ച് ഫോൺ ചെയ്തത്. ഡിസ്റ്റർബ് ആയെങ്കിൽ സോറി. ഞാൻ പറഞ്ഞില്ല നിന്നോട്, നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം. എനി ടൈം. യെസ് യെസ്, എനി ടൈം, എപ്പോ വേണമെങ്കിലും ഫോൺ ചെയ്തോട്ടോ. ഞാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. മോളെ, നിന്റെ ഫ്രണ്ടിന് ഞാൻ കൂടുതൽ ജോലിയൊന്നും കൊടുത്തിട്ടില്ല. നിന്റെ ഫ്രണ്ടാ കൂടുതൽ ജോലി ചെയ്യുന്നത്. ആണോ ഫ്രണ്ട്? നമ്മൾ സ്കൂളിൽ നിന്ന് ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ പഠിക്കില്ലേ, അതുപോലെയാണോ? അതുപോലെ. പക്ഷേ നിന്റെ ഫ്രണ്ട് ഫെയിൽ ആയിട്ട് എക്സ്ട്രാ ഫീൽ അടിച്ചിട്ടിരിക്കുക. കുട്ടിയോട് ഇങ്ങനൊക്കെ വിളിച്ചു പറയാൻ പോറണോടാ മണ്ട. നിനക്ക് സങ്കടാണെങ്കിൽ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്താ അത്? മനസ്സിൽ വിഷമം ഉണ്ടായി കഴിഞ്ഞാ നാവില് സ്വീറ്റ് വെച്ച് കൊടുക്കണമെന്നാ. പക്ഷേ എനിക്ക് സ്വീറ്റ് ഒന്നും തിന്നാൻ പാടില്ല. നീ എങ്കിലും സ്വീറ്റ് കഴിക്കേ. നീ കഴിച്ചാ ഞാൻ കഴിച്ച പോലെയാ. ഇനി നീ ഫീൽ ആവൊന്നും വേണ്ട. നീ കഴിച്ചാ ഞാൻ കഴിച്ച പോലെയാ.
എനിക്ക് വേണ്ടിയെങ്കിലും സ്വീറ്റ് കഴിക്ക് പ്ലീസ്. ശരി, എന്റെ സിഹിമോൾക്ക് ഇപ്പൊ ഏത് സ്വീറ്റാ വേണ്ടേ? അവല് കൊണ്ടുള്ള പായസം. അവില് പായസോ? സൂപ്പർ ആയിരിക്കും. ഫ്രണ്ട്, എങ്ങനെ ഉണ്ടാക്കുന്നത് പറയട്ടെ? സീതമ്മ സൂപ്പർ ആയിട്ടുണ്ടാക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലേക്ക് വെളുത്ത അവല് മേടിച്ചോണ്ട് വരില്ലേ? സീതമ്മ തേങ്ങയൊക്കെ പൊളിച്ച് കട്ട് ചെയ്ത് മിക്സിയിൽ മിക്സ് ചെയ്ത് എന്നിട്ട് സീതമ്മ ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തോണ്ട് വരും. ഓക്കേ. പിന്നെ ഇത്ര വലുപ്പമുള്ള ശർക്കര. ഫ്രണ്ട്, അങ്ങനെ എന്തോ ഒരു സാധനമില്ലേ ഫ്രണ്ട്? വായിൽ വെച്ച് കഴിഞ്ഞാ എന്തോ പോലെ ആവില്ലേ? എന്താ അത് മുളക് പൊടിയാ. ഫ്രണ്ട്, സ്വീറ്റിൽ ആരെങ്കിലും മുളക് പൊടി ഇടാറുണ്ടോ? അതെ ഫ്രണ്ട്, ഡ്രോപ്പ് ഷേപ്പിൽ എന്തോ ഒരു സാധനമില്ലേ? ഡ്രോപ്പ് ഷേപ്പിലോ? ഓ, അതെന്താ അത്? ഏലക്ക. ഓ, ഏലക്കല്ലേ? ഓക്കേ. ശർക്കര ഏലക്ക പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്താ സൂപ്പർ ആയിരിക്കും. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കും. ഞാനും ഇത്ര കുറച്ചേ കഴിക്കൂ. ഞാൻ കഴിച്ചില്ലെങ്കിൽ സീതമ്മയും കഴിക്കില്ല. അതുകൊണ്ടാ ഞാൻ ഇത്ര കുറച്ച് കഴിക്കുന്നേ. പാവല്ലേ സീതമ്മ? അപ്പൊ എനിക്ക് വേണ്ടിയെങ്കിലും കഴിക്ക്. കഴിച്ചിട്ട് പറ. ഇപ്പൊ മൂർത്തി മുത്തശ്ശ ഫോൺ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബൈ. അവില് പായസം ഉണ്ടാക്കിക്കോ. ബോസിന്റെ അവസ്ഥ എന്താണോ എന്തോ. അവരുടെ വീടിന്റെ അടുത്തേക്ക് എത്തും തോറും എനിക്ക് എന്റെ ടെൻഷൻ കൂടി വരിക മോളെ. അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കോ? ഏയ്, എന്താടി നീ ഇങ്ങനെ പറയുന്നേ? എന്തെങ്കിലും സീരിയസ് കാര്യമായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര നേരം കൊണ്ട് കാര്യം അറിയില്ലായിരുന്നോ? വലിയ വീട്ടിലെ കാര്യങ്ങളല്ലേ മോളെ, അതൊന്നും അങ്ങനെ ഈസി ആയിട്ട് ലീക്ക് ആവില്ല. നിനക്ക് ഇപ്പോഴും എന്റെ കൂടെ വരുന്നത് ഇഷ്ടമല്ലെന്നൊക്കെ എനിക്കറിയാം. നിന്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവും. ഞാൻ നിന്റെ കൂടെ അവിടം വരെ വരുള്ളൂ. നീ ഒറ്റയ്ക്ക് അകത്ത് പോയി കണ്ടിട്ട് വാ. എന്നാ പിന്നെ നീ എന്തിനാ എന്റെ കൂടെ വന്നത്? അശോക് സാറിനെ നിനക്കല്ലേ കാണാൻ തോന്നുന്നത്? അപ്പൊ നീ പോയി കണ്ടിട്ട് വാ. അവിടെ കാണുന്നവരോടൊക്കെ സംസാരിച്ചിരിക്കാൻ നിൽക്കണ്ട. കാണുന്നവരോടൊക്കെ വെറുതെ സംസാരിക്കാൻ അതെന്താ ഷോപ്പിംഗ് മാളാണോ? അതവരുടെ വീടല്ലേടി. അതുകൊണ്ടാ പറഞ്ഞത്. അവരുടെ വീട്ടിലേക്ക് പോവാനാ നമുക്ക് പെർമിഷൻ കിട്ടിയത്, അല്ലാതെ അവരോട് ക്ലോസ് ആവാനല്ല. അവരാ നമുക്ക് ശമ്പളം തരുന്നത്. അവരോട് എങ്ങനെ പെരുമാറണോ അങ്ങനെ പെരുമാറണം. എനിക്ക് തന്നെ ഇത്രയ്ക്ക് അഡ്വൈസ് തരുന്നു. പാവം എന്റെ സിഹിമോളുടെ കാര്യം എന്താണോ എന്തോ. ഓക്കെ, ഐ ആം സോറി. നീ വരുന്നതൊക്കെ എനിക്ക് സന്തോഷം. പക്ഷെ നിന്നെ അങ്ങനെ പുറത്ത് നിർത്തിയിട്ട് പോകാനൊന്നും പറ്റില്ല. നീ അകത്തേക്ക് വാ, നമുക്ക് രണ്ടാൾക്കും പെട്ടെന്ന് സംസാരിച്ചിട്ട് പോരാം. നീയാണോ പെട്ടെന്ന് വരുന്നത്? നീ വന്നാ എന്തായാലും പെട്ടെന്ന് തിരിച്ചു വരും. അല്ലെങ്കിൽ എന്റെ രാജകുമാരന്റെ കൂടെ പതുക്കെ സംസാരിച്ച് തിരിച്ചു വരാം. ഒന്നിനും ഒരു കുറവും വരാതെ എല്ലാം തയ്യാറായിട്ടില്ലേ? നോക്ക്, ഏലക്ക വാസന നല്ല ഗുമാന്നില്ലേ? നന്നായിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കി, പാല് വേണോന്ന്? വേണ്ട മോളെ, മതി. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറായോ? എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് മാഡം. ഇനി പായസം മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ട്. പായസോ? അത് നമ്മുടെ മെനുവിലില്ലല്ലോ. റാമോനെ അവില് പായസം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അവല് പായസം ചോദിച്ചെന്നോ? ആ ചേച്ചി, റാമിന് അവല് പായസം കഴിക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇത്രയൊക്കെ വെറൈറ്റി ഫുഡ് കഴിച്ചിട്ടും റാമിന് എന്താവോ അവല് പായസത്തിനോട് ഇത്ര കൊതിയെന്നാ മനസ്സിലാവാത്തത്. സാധനമോളെ, ഈ അവില് പായസം ഉണ്ടല്ലോ വളരെ രുചിയുള്ള ഒന്നാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് പേര് കേട്ട സ്വീറ്റാ. എനിക്കും അവല് പായസം എന്ന് പറഞ്ഞാ വളരെ ഇഷ്ടമാ. റാമിനിപ്പ എങ്ങനെയാ ഈ അവല് പായസത്തിനോട് ഇത്ര കൊതി വന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. പാവം റാം എന്തായാലും ആഗ്രഹിച്ചതല്ലേ, കഴിക്കട്ടെ. നമ്മുടെ സിദ്ധയ്യയോട് വളരെ നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം അത്.
വെരി ഗുഡ്. അവന് വേണ്ടി അവൻ സ്വീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. കാരണമില്ലാതെ അവനൊന്നും ചോദിക്കാറില്ലല്ലോ. പഴയ ആ കുട്ടി ജീവിതത്തിലേക്ക് വന്ന അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചത്. നീ ഇതെന്താ അവല് പായസത്തിന് കൊതിക്കുന്നു രാമ? മുത്തശ്ശി, മ്യൂസിക് വന്നു. ഓ, നീ എഴുന്നേറ്റുവോ? സൈലന്റ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോഴേ നീ ഉറങ്ങിയതായിരിക്കും എന്ന് കരുതി. ഇത് കണ്ടോ? ഞാൻ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. ഓ, എന്റെ ഫോൺ എവിടെ? ഓ, തന്നിരുന്നോ? ശരി ശരി. നിന്റെ മുത്തശ്ശനെല്ലാം അറിവിയാ മോളെ. അല്ല, ആരും കളിക്കാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാ കുറച്ചു നേരം കിടന്നുറങ്ങിക്കൂടെ മോക്ക്? മുത്തശ്ശി, ഞാനിപ്പോ കൊച്ചുകുട്ടിയല്ല. സ്കൂളിൽ നിന്ന് വന്ന് നേരെ കിടക്കാൻ ഞാനിപ്പോ ബിഗ് ഗേളാ. എനിക്കിപ്പോ 5 വയസ്സായിട്ടുണ്ട്. ആണോ? ബിഗ് ഗേളായിട്ടുണ്ടോ മോള്? അപ്പൊ വലിയ കുട്ടിയായല്ലോ. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ ഇനി കേക്കണം. ഓക്കേ ശരി. മുത്തശ്ശി, ഞാൻ എടുത്തു വെച്ചോളാം. കണ്ടില്ലേ, നീ ഇലക്കറിയും പച്ചക്കറിയും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് നീ എത്ര നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് നോക്കിയേ. മുത്തശ്ശി, ഞാൻ എല്ലാ പച്ചക്കറിയും കഴിക്കാറുണ്ട്. എന്റെ ഫ്രണ്ട് സുഷമേനെ അറിയില്ലേ? അവള് പച്ചക്കറി തീരെ കഴിക്കാറില്ല. എല്ലാം എനിക്ക് എടുത്തു തരും. അതുകൊണ്ടാ അവൾ അങ്ങനെ മെലിഞ്ഞിരിക്കുന്നെ അല്ലേ? ശാന്തേച്ചിയെ, ശാന്തേച്ചിയെ, ബിസിയാണോ? എന്താ മോളെ രാജി? ഒന്നുമില്ല. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടോ? എന്താ മോളെ, ഉപയോഗിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ചേട്ടാ. ഓണമൊക്കെ വരുമല്ലേ? നാട്ടിൽ നിന്ന് ബന്ധുക്കളും അവരുടെ മക്കളും എല്ലാരും വരുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി ഉണക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. അതില്ലേ, ഞാൻ കിട്ടുമ്പോ പൈസയൊക്കെ തരാം. ലോണ്ടറിയിലാണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. ശരി മോളെ, കൊണ്ടുവാ. നിങ്ങൾ വേണ്ടെന്ന് പറയുമെന്നാ ഞാൻ കരുതിയെ. പൈസ ആരാന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറയോ? അതല്ല, കിട്ടുന്ന പൈസ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? അത് സീത തന്ന വാഷിംഗ് മെഷീൻ അല്ലേ? അതിന്ന് പൈസ കിട്ടിയാ അവക്ക് തന്നെ കൊടുക്കാൻ പറ്റുമല്ലേ? എന്റെ മനസ്സിലുള്ളത് തന്നെയാ നീയും പറയുന്നത്. വാഷിംഗ് മെഷീനിൽ വസ്ത്രം അലക്കിയാ പൈസ കിട്ടുവോ? അവർക്ക് പിന്നെ ജോലിയില്ലല്ലോ. അവര് ചെയ്യുന്ന പണിയെ ഈ വാഷിംഗ് മെഷീൻ ചെയ്തോളും. അതിന് പൈസയും തന്നോളും. പാവം സീത പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കുന്നുണ്ടെന്ന്. ഈ വാഷിംഗ് മെഷീനും സീതയ്ക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യട്ടെ അല്ലേ? കറക്റ്റ്. എടാ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അതേടാ, അടുത്ത ബോൾ ശരിക്കും ഒന്ന് പുഷ് ചെയ്താ ബൗണ്ടറി ഗ്യാരണ്ടി. ഞാൻ എന്തിനെ കുറിച്ചായി ചോദിക്കുന്നേ? നീ എന്തിനെ കുറിച്ചായി പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താടാ? ഏയ്, ഓഫീസിലെ കാര്യങ്ങളൊന്നും പറഞ്ഞ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ? നീ മാച്ച് കണ്ടേ? എടാ, അതിനിപ്പോ ടെൻഷൻ ആവാൻ എന്തോളാം? നമ്മുടെ ടീം പുല്ല് പോലെ ജയിക്കില്ലേ? നോക്ക്, നീ മാച്ച് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വാ അടച്ച് വെറുതെ ഇരുന്നാ മതി, ഒന്നും മിണ്ടണ്ട. എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനും പാടില്ലടാ. എടാ, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആ ബാറ്റിംഗ് കണ്ടാൽ തന്നെ അറിയാവാ.
ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ച് വാടച്ചിരിക്കുക. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ കണ്ണ് വെച്ച് മാച്ചിൽ എന്തെങ്കിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. നമ്മുടെ ടീം ഈ മാച്ചിൽ ജയിക്കുന്നവരെ ഒന്നും മിണ്ടാൻ പാടില്ല. എടാ ഭയങ്കര, അപ്പൊ ജയിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യാനും തയ്യാറല്ലേ? മാച്ച് കണ്ടാലോ? കാണാം. ലെറ്റ്സ് ഗോ. പ്രിയ, നീ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. ഏയ്, പഴനിമല മുഴുവൻ കേറിയിട്ട് മുരുകനെ കാണാതെ പോവാന്ന് പറഞ്ഞ എങ്ങനെയാടി? ഞാൻ വീട്ടിലെ കലണ്ടറിലുള്ളത് നോക്കിക്കോളാം. നീ വാശി പിടിച്ചിട്ടാ ഞാൻ ഇവിടം വരെ വന്നത്. നീ ചെല്ലു പ്രിയ. ഇല്ല ഇല്ല, മൂന്നാമത് ഒരാളായിട്ട് നിന്നെ നിർത്തിയിട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല. നമ്മൾ രണ്ടാളും ഒരേ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നേ. നമുക്ക് രണ്ടാൾക്കും ഒരേ ബോസുവാ. പോയിട്ട് സുഖമാണോന്നൊന്ന് ചോദിച്ചു വന്ന ആരും നമ്മളെ തെറ്റിദ്ധരിക്കാനൊന്നും പോകുന്നില്ല. പ്ലീസ് ഒന്ന് പോയിട്ട് വരാം. പ്ലീസ് പ്രിയ, അനിയത്തി ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യുവോന്ന് ചോദിച്ചാ നീ ഇവിടം വരെ എന്നെ കൊണ്ടുവന്നേ. നിനക്കല്ലേ ബോസിനെ കാണണമെന്ന് പറഞ്ഞത്? നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. നിനക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ സീത. ആരാ നിങ്ങള്? ഞങ്ങള് രണ്ടുപേരും ഓഫീസിൽ നിന്ന് വന്നതാ. ഈ ഫയലില് ബോസിന്റെ ഒരു സൈൻ വേണമായിരുന്നു. ബോസ് വിളിച്ച് പറഞ്ഞായിരുന്നു. സാറിനെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. രാമോനെ, നീ ചോദിച്ച സ്പെഷ്യൽ അവിൽ പായസം റെഡി. താത്ത, ആഹാ, നല്ല മണമുണ്ടല്ലോ. രുചി കൂടെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അത് ഓൾറെഡി എന്നോട് പറഞ്ഞായിരുന്നല്ലോ. നിങ്ങളോട് ആരാ പറഞ്ഞേ? സാധനമോള്. സാധനമേമയാണോ? ശരി ശരി ശരി. പിന്നെ ആര് പറഞ്ഞെന്നാ കരുതിയത്? ഞാനും മേമ പറഞ്ഞു എന്നാ വിചാരിച്ചേ. കറക്റ്റ്, മേമ തന്നെ. എന്താന്നേ? സാറിനെ കാണാൻ ഓഫീസിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. ഓഫീസിൽ നിന്നോ? ഓഫീസിൽ നിന്ന് ഈ സമയത്ത് ആര് വരാനാ? കുറെ പ്രാവശ്യം ഞാൻ ചോദിക്കുന്നു, എന്താ ഉണ്ടായത്? സൂരി, തലച്ചോറ് തിന്നുന്നും പോരാട്ട് വടി കൊണ്ടടിക്കുന്നു. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവൂല. ഇത് ഇന്റർവ്യൂ അല്ല അശോക, കൺസേൺ. ഒന്ന് പറ. കൺസേൺ. നീ എന്തിനാ അവന്റെ കൂടെ ഇരുന്നത്? ഇതൊക്കെ ഒന്ന് ചോദിക്കാനല്ലേ? അങ്ങ് ചോദിച്ചാ മതി, പറയുമല്ലോ നിങ്ങളുടെ മരുമകൻ. ശരിയായ രീതിയിൽ ചോദിച്ചാ പറയാതിരിക്കുവോ? ഇപ്പോ അവൻ ഓഫീസിലേക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന എന്തിനാ? അത് ചോദിക്കേണ്ട രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചോദിച്ചൂടെ? നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം? അവര് കുറച്ച് സമയം കൊടുക്ക്. ഈ മഴയ്ക്ക് ഇങ്ങനെ തിമിർത്ത് പെയ്യുമ്പോ ചേട്ടനൊന്ന് ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ചാർജ് ചെയ്യുന്നത് ആരായിരിക്കും? വരുമല്ലോ, വരാതിരിക്കില്ലല്ലോ. മുതലാളി, നമ്മുടെ റാമോനില്ലേ അവില് പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഓ, എല്ലാവർക്കും ഉണ്ടാക്കിണ്ട് കഴിച്ചോ? അല്ല, റാമോനവിടെ? ഓഫീസിൽ നിന്ന് ആരോ വന്നിട്ടെന്ന് പറഞ്ഞ് കാണാനായിട്ട് പോയതാ മുതലാളി. റാമിനെ കാണാൻ ഓഫീസിൽ നിന്ന് ആരായിരിക്കും വന്നേ? അയ്യോ, ബോസിനെ കാണാൻ 100,000 ആളുകൾ വരും. അതിനിപ്പോ എന്താ കുഴപ്പം? ബോസോ? റാം എവിടെ? റാം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് വന്നാ? നീ വേഗം ശരി,
അടാ അതിവിടെ വെച്ചിട്ട് പോ.